ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഒരുപാട് ദിവസമായിട്ട് ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് അതിൻ്റെതായ ഒരുപാട് മിസ്റ്റേക്സുകൾ ഈ വീഡിയോയിലുണ്ടാവും. വോയിസ് ഓവർ കൊടുത്ത് പ്രത്യേകിച്ച് പരിചയമൊന്നുമില്ല. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്കൂളൊക്കെ തുടങ്ങാനായിട്ടില്ലേ? അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് പ്രോഡക്റ്റിൻ്റെ ഒരു മഹാമേളാട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടുള്ളത്. ഒരുപാട് ക്രാഫ്റ്റ് ഹൗസുകളുണ്ട്, ഭയങ്കര ബിസിയാണ് അവർ. കസ്റ്റമൈസ്ഡ് ബോട്ടിൽസ്, കസ്റ്റമൈസ്ഡ് ലഞ്ച് ബോക്സ്, കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ്, അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ടൈമാണിപ്പോൾ. ഇനി നമുക്ക് സ്കൂൾ തുടങ്ങാൻ വെറും 2 ആഴ്ച, 2 വീക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേന് എല്ലാവരും മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടില്ല, നമ്മൾ നെയിം സ്ലിപ്പിനെ പറ്റി പറയാനാട്ടോ. നെയിം സ്ലിപ്പ് എങ്ങനെ പ്രിപ്പയർ ചെയ്യൽ, എങ്ങനെ അത് എഡിറ്റ് ചെയ്യണം, അതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും കേട്ടോ. നെയിം സ്ലിപ്പ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണെന്ന് വെച്ചാൽ പിക്സാർട്ടാണ്. അതിൽ പോയിട്ട് ജസ്റ്റ് എഡിറ്റിങ് വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഈസിയാണ് എഡിറ്റ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനൊക്കെ. എഡിറ്റ് ചെയ്താൽ പിന്നെ പ്രിൻറ്റ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, വളരെ ഈസിയാണ്. നിങ്ങളെ മക്കൾക്ക് ഇപ്രാവശ്യം നിങ്ങൾ എൻ്റെ നെയിം സ്ലിപ്പ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റേഴ്സിൻ്റെ അത് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് അവർ എഡിറ്റിങ്ങിലേക്കും പിന്നെ പ്രിൻറ്റിങ്ങിലേക്കും അങ്ങനെ 2 വിധം എമൗണ്ട് പോകും. പക്ഷെ നിങ്ങളിനെ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് ക്യാഷ് ഫ്രീ ആവും. പിന്നെ പ്രിൻറ്റ് ചെയ്യുന്നത് എല്ലാവരും ചോദിക്കും പ്രിൻറ്റ് ചെയ്യാൻ എത്രയായിരുന്നു. പക്ഷേ പ്രിൻറ്റ് ചെയ്യുന്നത് നിങ്ങൾ പ്രിൻറ്റ് ചെയ്യുന്ന ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ പ്രൈസ്. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് A3 സൈസിൽ ഒരു പേപ്പർ, ഒരു ഷീറ്റിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. 36 പീസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. 3 ഡിഫറെൻറ്റ് പിക്ചേഴ്സ് വെച്ചിട്ട് ഡിഫറെൻറ്റ് മോഡൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത്. ഒറ്റൊരു A3 ഷീറ്റിൽ 36 പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിന് എനിക്ക് വന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ വെറും 40 റുപ്പീസ് മാത്രം. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് 40 റുപ്പീസ് വന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 40 റുപ്പീസ് തന്നെ ആവണമെന്നില്ല. ചിലപ്പം 13 ആയിരിക്കും, ചിലപ്പം 20 എന്തായാലും ഇല്ല, 13 14 ചിലപ്പം 19 സംതിങ്, എത്ര ആയാലും അത് നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ ഇപ്പോൾ എഡിറ്റിംഗ് ചെയ്യാൻ അറിയുന്ന ഒരാളാണ്, ഇത് എഡിറ്റിംഗ് ചെയ്യാൻ അറിയണമെന്നൊന്നുമില്ല കേട്ടോ, വളരെ ഈസിയാണ്. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ തന്നെ കസ്റ്റമൈസ്ഡ് നെയിം സ്ലിപ്പ് ഇപ്രാവശ്യം ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. അത്ര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പ്രത്യേകിച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ 3x2 ഇഞ്ചാണ് കേട്ടോ. 3x2 ഇഞ്ച് എടുക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് ആ ബുക്കിലേക്ക് കണക്കായൊരു മെഷർമെൻറ്റാണ് അത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു നെയിം സ്ലിപ്പ് എങ്ങനെ എഡിറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, വളരെ ഈസി മെത്തേഡിൽ എങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെന്ന് എഡിറ്റ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വളരെ ഈസിയാണ് നമുക്ക് ഈ ഒരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കാൻ. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ബൈ.